ഹലോ. നമുക്കേ ചക്കയുടെ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പ് നമുക്കതിനെ ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കാം. അതായത് ചക്ക വരട്ടിയിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഇങ്ങനെ ചക്കക്കുരുവൊക്കെ മാറ്റിയിട്ട് ചക്കച്ചുള എടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 7, 8 വിസിൽ, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 7, 8 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നന്നായിട്ട് വെന്തുടങ്ങി ഈ കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ ആയി വരും. ഇങ്ങനെ വെന്ത ശേഷം മാത്രം നമ്മളിതിലേക്ക് ശർക്കര ചേർക്കാവുള്ളൂ കേട്ടോ. ഈ സമയത്ത് നന്നായിട്ട് പൊട്ടിത്തെറിക്കേ, അപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അത്യാവശ്യം നല്ല വലിയ പാത്രം എടുക്കുകയായിരിക്കും നല്ലത്. അപ്പം ഞാനിവിടെ ചക്കച്ചോളം നുറുക്കാനൊന്നും നിന്നിട്ടില്ല, നേരെ കുക്കറിലേക്ക് ഇടുക ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കുരു മാത്രം ഒന്ന് മാറ്റി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ടും ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ അരിയുന്ന സമയമൊക്കെ നമുക്ക് ലാഭിക്കാം. അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നല്ല വെന്തെന്ന് മനസ്സിലാവുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിൽ വളരെ കുറച്ച് നെയ്യാണ് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കുറച്ച് കാലം കൂടി നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് നെയ്യ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുറത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ടൈറ്റ് ആവുന്ന വരെ, വെള്ളത്തിൻ്റെ അംശം ഇതിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നല്ല ടൈറ്റ് ആവുന്ന വരെ നിങ്ങൾക്ക് വരട്ടിയെടുക്കാം. അപ്പോൾ അത് കുറേ കാലം കേടുവരാതെ സൂക്ഷിക്കാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് നാളികേര കൊത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇപ്പം നമ്മളിങ്ങനെ കറക്കുമ്പോൾ അത് നമ്മളുടെ കൂടെയല്ല, ഈ തവിയുടെ കൂടെ ഇങ്ങനെ ഇളകി വരും, കണ്ടില്ലേ? അപ്പോൾ താഴെയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിൽ വേറെ കംപ്ലീറ്റ് പ്രോസസ്സ് ഈ ഇളക്കലിലാണ്. നന്നായിട്ട് നമുക്കൊന്ന് തിക്കാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിലും ഇറക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഇറക്കാം. കുറച്ചും കൂടി നന്നായിട്ട് തിക്കായ ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാം. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് മാറി നിന്നിട്ടൊന്ന് ഇളക്കാം. നമ്മളിങ്ങനെ ഇളക്കി ഇതിനൊരു പരുവത്തിലെത്തിച്ചിട്ട് തീയൊക്കെ ഓഫ് ചെയ്ത് നന്നായി തണുക്കുമ്പോൾ ഈർപ്പമൊന്നും ഇല്ലാത്ത നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്കിത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ അപ്പം ഉണ്ടാക്കിയെടുക്കാം, അട ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ചക്ക പായസം ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ ഇങ്ങനെ വാഴയിലയിൽ ചക്കയപ്പം ഉണ്ടാക്കണം, ചക്കയട ഉണ്ടാക്കണം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വഴണ ഇല കിട്ടിയപ്പോൾ അതിലുണ്ടാക്കിയതാണ്.